ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻഡോ ചൈനീസ് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഓർഡർ ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഈ ചില്ലി ചിക്കൻ. എന്നാൽ ഒരു പ്ലേറ്റിന് 200 രൂപ താഴെ എന്തായാലും ഇത് വരത്തില്ല. അത് മാത്രമല്ല ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ അതേ റെസ്റ്റോറൻറ്റ് രുചിയിൽ തയ്യാറാക്കിക്കൂടാ? അപ്പോൾ വരും, നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ഈ ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ചിക്കൻ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എന്തായാലും എടുത്തിട്ടുണ്ടാവും. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള സ്റ്റാർട്ടർ റെസിപ്പീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ബോൺലെസ് പീസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കുക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിത്ത് ബോൺ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഏറ്റവും നല്ലത് ബോൺലെസ് ആണ്. ഇപ്പൊ നോക്കിക്കോളൂ, ഈ ഒരു സ്റ്റേജിലാണ് ഞാനൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടത്, അതായത് കുരുമുളക് പൊടിച്ചതാണ്. അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വിനീഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ അകത്തേക്ക് നമുക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ട് അടിച്ചു വെച്ചായിരുന്നു, അതിന്റെ പകുതിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഒരു മുട്ട ഫുള്ളായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. ഈ ബാറ്റർ ഒരുപോലെ എല്ലാ ചിക്കൻ പീസിൽ ആവുന്ന രീതിക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം, ഈ ചിക്കനിലെ ബാറ്റർ മൊത്തമായിട്ടൊന്നും പൊതിഞ്ഞു കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തില് 1/2 കിലോ ചിക്കന് ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ ഒഴിച്ചിട്ടില്ല. എന്നാലും ചെറിയൊരു ഈർപ്പമുണ്ടാവും, കാരണം നമ്മൾ ഇതിനകത്തേക്ക് സുർക്ക ചേർത്തിട്ടുണ്ട്, മുട്ട ചേർത്തിട്ടുണ്ട്. ഇത് ഒന്നും കൂടാതെ നമുക്ക് ചിക്കനിൽ ചെറുതായിട്ടൊരു വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇപ്പോൾ ഞാനിത് റെഡിയാക്കി എടുത്തപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. എങ്ങാനും നിങ്ങൾ ഇത് ചെയ്തെടുക്കുമ്പോൾ വളരെ തിക്കായിട്ട് കയ്യിലൊക്കെ ഒട്ടണ രീതിക്ക് ആയി കഴിഞ്ഞാൽ മാത്രം വെള്ളം തെളിച്ചു കൊടുത്താൽ മാത്രം മതി, ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ആ രീതിക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൂടായി കിടക്കുന്ന എണ്ണയിലാണ് നമ്മൾ ഇട്ടത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിന് ഈ എണ്ണയിൽ കിടന്ന് ഒരു 1/4 ഭാഗം മാത്രം വെന്ത് കിട്ടിയാൽ മതി. കുക്കിംഗ് ടൈം എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാക്സിമം പോയ ഒരു 4-5 മിനിറ്റ്. അപ്പോൾ അതിന്റെ പേരിൽ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നുകൊണ്ട് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ എണ്ണ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞു വെച്ചത് ചേർക്കേണ്ടത്. അടുത്തത് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി. ഇനി ഇതിൻ്റെ അകത്തേക്ക് 4 പച്ചമുളക് 2ആയിട്ട് മുറിച്ച് വെച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ചൈനീസ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. എന്നാൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയും വേണം. അപ്പോൾ അതിന്റെ പേരിൽ സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്ത് തന്നെ അടുപ്പിച്ച് വെക്കുകയും വേണം. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഞാൻ ഇവിടെ ഒരു പകുതി കാപ്സിക്കം മുറിച്ച് വെച്ചിട്ടുണ്ട്, അതായത് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കുവാണ്. ഇനി അടുത്തതായിട്ട് ഒരു മീഡിയം സൈസുള്ള സവാള ഞാൻ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നോട്ടെ. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ആണ് ചേർക്കേണ്ടത്. ഡാർക്ക് സോയ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർക്കുക. ഇനി ഇതിന് ചെറിയൊരു പുളിപ്പ് വരാനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ മാത്രം സുർക്ക ചേർക്കുകയാണ്, അല്ലെങ്കിൽ വിനീഗറും ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഇതൊന്ന് കോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടും ചെറിയൊരു ഗ്ലേസ് വരാനായിട്ട് ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ ലേശം വെള്ളം ഇട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുവാണ്. അവസാനമായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഒരു 1/4 ടീസ്പൂൺ അളവിന് മാത്രം കുരുമുളക് പൊടിയും ചേർക്കാം. കൂടെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറാക്കാനും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഈ ഒരു സമയത്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ആരും വലിയ പൈസയൊന്നും കൊടുത്തോ ഹോട്ടലൊന്നും പോയി മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.